ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എത്ര പെട്ടെന്ന് നല്ല സമയം പോകുന്നത്. സെപ്റ്റംബറിങ് എത്തി ഗൈസ്. സെപ്റ്റംബർ ഇസ് ഓൾവേസ് ഫോർ ഓണം. അതെ ഗൈസ്, ഓണം അടുത്തെത്തിയിരിക്കുകയാണ്. ബൈ ദ വേ, എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്? ഇതെൻ്റെ ഇത്തവണത്തെ ഓണക്കോടിയാണ് ഗൈസ്. സോ ഇന്ന് ഓണം പ്രമാണിച്ചിട്ട് നമ്മുടെ കമ്പനിയിൽ ഓണം സെലിബ്രേഷൻ ആണ്. അമ്മച്ചി പിന്നെ എല്ലാ വർഷത്തെയും പോലെ ഓണം വന്നാൽ പിന്നെ അമ്മച്ചിക്ക് തയ്യൽ തന്നെയാണ്. തയ്യലായിരിക്കും ഫുൾ ടൈം. ഉറക്കവും രാത്രിയിൽ ഉറക്കവും കളഞ്ഞ് ഈ തയ്യൽ തന്നെയാണ്. പിന്നെ ഹിയർ ഈസ് മൈ പൂച്ച, എൻ്റെ ശുണ്ടരൻ എൻ്റെ ഇവിടെ. ശുണ്ടറ ഹേ ഹലോ ഗായ്സ്. സത്യം പറഞ്ഞാൽ മഴയില്ല, നല്ല വെയില. എന്നിട്ട് ഞാൻ കോട്ടിട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് മഴയില്ലാഞ്ഞിട്ടും കോട്ടിട്ട് പോകുന്ന അവസ്ഥയുണ്ടല്ലോ ഗൈസ്. അതെന്താണെന്ന് അറിയാമോ? റോഡിൽ ഒടുക്കത്തെ പൊടിയാണ്. എൻ്റെ ഡ്രസ്സ് വൈറ്റ് ഡ്രസ്സാണ്. ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് ഇത്രയും പൊടിയും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഡ്രസ്സ് ബ്രൗൺ കളറിലിരിക്കും. പിന്നെ ഇതിട്ടിട്ട് കാര്യമില്ലല്ലോ. പിന്നെ അവർക്ക് റെയിൻകോട്ട് ഇട്ടിട്ട് പോകാം. പൊടിയെല്ലാം റെയിൻകോട്ട് ഇരുന്നോളുമല്ല ഇത്. അപ്പോൾ ഇനി നമ്മുടെ ഗോഡൗണിൽ ഓണം സെലിബ്രേഷനാണ്. ലേറ്റായി 9:00 ചെല്ലാനാണ് പറഞ്ഞത്. ഇപ്പോൾ 9 എനിക്ക് തോന്നുന്നു. ഈ ബ്ലോക്ക് കഴിഞ്ഞോട്ട് എത്തുമ്പോൾ 10 മണിയാവും. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സത്യത്തിൽ ഈ കാണുന്നതൊന്നും അല്ല പൊടി. ഇതിനേക്കാൾ അപാരമാണ് ഈ റോഡിലെ പൊടി എന്ന് പറയണത്. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ബ്ലോക്ക് കഴിഞ്ഞ് എപ്പോൾ എത്താനാണെന്ന് അറിയാൻ പാടില്ല. അവിടെ കമ്പനിയിൽ ഇത്തവണത്തെ ഓണം സെലിബ്രേഷന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വരെ ഞങ്ങൾ കമ്പനിയിലെ സ്റ്റാഫ് മാത്രമായിട്ടായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നമ്മുടെ എല്ലാ വെൻഡേഴ്സിനെയും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്. നമുക്ക് ഓരോ വർക്കിനും ഓരോ വെൻഡേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവൻറ്റിന് കോർഡിനേറ്റ് ചെയ്യാൻ വരുന്ന പിള്ളേരും, അങ്ങനെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്തവണ ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. അടിപൊളി ആയിരിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഒരുപാട് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മുടെ ഏറ്റവും പുതിയ ഗോഡൗണിൽ വെച്ചിട്ടാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യണത്. ഇതാണ് നമ്മുടെ പഴയ ഗോഡൗൺ. നമ്മുടെ പഴയ ഗോഡൗണിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പുതിയ ഗോഡൗൺ വരുന്നത്. അപ്പോൾ ഇത്തവണത്തെ സെലിബ്രേഷൻ പുതിയ ഗോഡൗണിൽ വെച്ചിട്ടാണ്. ഗോഡൗൺ പണി കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഓൾമോസ്റ്റ് ഒരു 90% കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗോഡൗൺ വെച്ച് നടത്തുന്ന ആദ്യത്തെ പരിപാടിയും കൂടിയാണ് ഈ ഓണം സെലിബ്രേഷൻ. അങ്ങനെ നമ്മൾ ഗോഡൗൺ എത്തി ഗൈസ്. ഇത്രയും പണി കഴിഞ്ഞായിരുന്നു ആ ഗോഡൗണിൻ്റെ. അയ്യോ, ഇതാണ് സേ ഹായ്. നമുക്ക് അത്തപ്പൂക്കളം ഇടാം. ഇതാണ് നമ്മുടെ ഇത്തവണത്തെ ഓണം സെലിബ്രേഷൻ്റെ പേര്, DC മൂഡ് ഓണം. നമ്മുടെ ഇത്തവണത്തെ പോസ്റ്ററെല്ലാം ഡിസൈൻ ചെയ്തത് അലനാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാം ഇവൻ്റെ കലാവിരുദ്ധാണ്. സത്യത്തിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ 10 മണിയാകുമ്പോൾ ഗെയിംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, ഓണപരിപാടികളെല്ലാം തുടങ്ങുക എന്നുള്ളതായിരുന്നു. പക്ഷെ 10 മണിയായപ്പോഴാണ് ഞങ്ങൾ അത്തപ്പൂക്കളം വരച്ച് വരെ തുടങ്ങിയത്. രാത്രി നമുക്ക് DJ ഉണ്ട് ഗൈസ്. ഇത്തവണ നമ്മൾ മൊത്തത്തിൽ പൊളിക്കാൻ തന്നെ തീരുമാനിച്ചേക്കണത്. അപ്പോൾ DJക്ക് വേണ്ടി DJ കുറച്ച് കളറാക്കാൻ വേണ്ടിയിട്ടുള്ള പാർട്ടി ബോൾ അവിടെ തൂക്കുവാണ് അവർ. ചെറിയൊരു അത്തപ്പൂക്കളമാണ് നമ്മൾ വരച്ചത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങി. അല്ലെങ്കിൽ പിന്നെ ഇന്ന് വൈകുന്നേരം ഇത് വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും, തീരത്തില്ല. പൂക്കളിടാൻ നമ്മളെ സഹായിക്കുന്നത് സത്യത്തിൽ ഭായിമാരാണ് കേട്ടോ. അവരെ കൊണ്ട് നമ്മൾ അത്തപ്പൂക്കളം എന്നൊക്കെ പറയിപ്പിച്ച് സംഭവമൊക്കെ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കണത്. അങ്ങനെ അത്യാവശ്യം ടൈം എടുക്കാതെ തന്നെ ഞങ്ങൾ അത്തപ്പൂക്കളം ഇട്ട് തീർത്ത്. അപ്പോഴേക്കും നമ്മുടെ ഗിഫ്റ്റൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കോമ്പറ്റീഷൻ ജയിക്കുന്നവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ്സ് ഒക്കെയാണിത്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഇവിടെ.
ഇതെല്ലാം നമ്മുടെ ഗെയിംസിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസാണ്. ഒരുപാട് ഗെയിംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുറേ റീൽസൊക്കെ കണ്ട് കുറച്ച് ഗെയിംസ് അതിനകത്ത് നിന്നൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് നമ്മൾ ഗെയിംസ് ഒക്കെ നടത്തുന്നത്. We are team blue guys. രാജേഷ് ബ്ലൂ ആണോ? നമുക്ക് പർപ്പിൾ ഇട്ടാലോ? അവര് വാമനെന്നിട്ട് നമുക്ക് എന്തെങ്കിലും ഇടും. മൂട് പോണെന്നില്ല. എവിടെ പേരെന്താ? മാവേലി. എല്ലാവർക്കും ഇനി ബ്ലൂ കൊടുക്കാം നമുക്ക്. ആരും എന്നാലും ബ്ലൂ. അലനുണ്ട് നമ്മുടെ ടീമില്. കൂടുതലും തീറ്റ മത്സരം. ആർക്കും വിളിക്കണം? ശാന്തി വിളിക്കണം. എനിക്കറിയില്ല. റിയ വിളിക്കണോട്ടോ. പോയിന്റ് ഇടാൻ അതന്നെ. രാജേഷ് ക്യാപ്റ്റൻ. ടീം ലീഡർ പെണ്ണുങ്ങളല്ല. എന്നറിയാല് നല്ല സൗണ്ട് കേട്ടോ. ഇത് പൊളിയണം അങ്ങോട്ട്. ഷീറ്റ് മോളിൽ പോയി പറഞ്ഞു. ആ സൗണ്ട് ready? 1, 2, 3, start.
പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരിച്ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ മുല്ലേ 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 മുടിമേലെ മണ്ണ പരത്തണം മലയാള കരയിളക്കണം വിളമ്പാനായില നിരത്തണം ഒരു ജീവ മിനിങ്ങി വാ ഏത് മൂട് മൂട് ഏത് മൂട് പുക്കള മൂട് ഏത് മൂട് മുണ്ട് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് സത്യ മൂട്
പ്രിയപ്പെട്ട ആരാധകരെ, ഇങ്ങനെ കാണിക്കുന്നത് ഞാൻ കാണിച്ചത് ഇങ്ങനെ പിടി. ആ ഇങ്ങനെ ഇങ്ങനെ പൊക്കിട്ട് ഇങ്ങനെ പരിപാടി അറിഞ്ഞിരുന്ന മുതലാളിക്ക് എൻ്റെ പേരിലും ഡിസിയുടെ പേരിലും നന്ദി. ഓണ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മണി 12 ഗൈസ്.